എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് കരിന്തളം എന്ന സ്ഥലത്ത് രാജീവേട്ടൻ ഒരു അനുഭവം അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട് കരിന്തളം, രാജീവ് എന്നാണ് പേര്. എൻ്റെ ഭാര്യ, അച്ഛൻ, അമ്മയ്ക്കുമുണ്ടായ അനുഭവമാണ് കഴിഞ്ഞ കൊല്ലം. ഞാനും ഭാര്യയും മക്കളും കൂടി ഗുരുവായൂരിൽ പോയി തൊഴുത് വീട്ടിൽ വരികയും അത് കഴിഞ്ഞ് അച്ഛനും അമ്മയ്ക്കും പോകാൻ ഒരാഗ്രഹം. പിറ്റേന്ന് തന്നെ ട്രെയിൻ കയറി അവിടെ എത്തി. കുറേ വൈകിയിരുന്നു. അവർ റൂമെടുത്ത് കുളിച്ച് രാവിലെ തൊഴാൻ വേണ്ടിയിട്ട് നേരത്തെ കിടന്നു. രാവിലെ എണീച്ച് കുളിച്ച് തൊഴാൻ പോയപ്പോൾ നിന്ന് തിരിയാൻ സ്ഥലമില്ല. കുറേ മണിക്കൂർ നിന്നു. അമ്മയ്ക്ക് കാലുവേദനയുണ്ട്. എന്താ ചെയ്യുക? അവിടുത്തെ ചിട്ടവട്ടങ്ങളൊന്നും കൃത്യമായിട്ട് അറിയേയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് വയസ്സായിട്ടുള്ള അമ്മ വന്ന് അവരോട് ചോദിച്ചു, എന്താ ഇരിക്കുന്നേ? അവർ പറഞ്ഞു, ഇവൾക്ക് കുറേ നിൽക്കാൻ കഴിയില്ല, വലിയ തിരക്കല്ലേ. വയസ്സായ അമ്മ പറഞ്ഞു, പിന്നെ എൻ്റെ കയ്യിൽ 2 പാസ് ഉണ്ട് കേട്ടോ, നിങ്ങളെടുത്തോ, എനിക്ക് വേറെ പാസ് ഉണ്ട്, ഇത് നിങ്ങൾ എടുത്തു പോയിട്ട് കയറിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ അമ്മ പോയി. അവർക്ക് ഈ പാസ് കൊണ്ട് ഇതിലേക്ക് കയറണമെന്നും അറിയില്ലായിരുന്നു. അവരവിടെ ഉണ്ടായിരുന്ന പോലീസിനോട് ചോദിച്ചു. ഉള്ളിൽ കയറി വേണ്ടുവോളം അരികിൽ തന്നെ കണ്ണറെ കാണുകയും സന്തോഷത്തോടെ അവർ മടങ്ങുകയും ചെയ്തു. ഇത് നമ്മോട് പറയുകയും ആരോടും പറയേണ്ട, വിശ്വസിക്കൂല എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നി. എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ. ആരും വിശ്വസിക്കാതിരിക്കില്ല കേട്ടോ. ഭഗവാൻ ആ പ്രായമായവരെയൊക്കെ ശരിക്കും പരിഗണിക്കും, ഒരു സംശയമില്ല. നമ്മളുടെ മനസ്സ് ശുദ്ധമായാൽ മാത്രം മതി കേട്ടോ. അത് കൃത്യമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. എന്നിട്ട് ഗുരുവായൂരിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ഒക്കെ തീർത്ഥയാത്രകൾ നടത്തുക. നമ്മുടെ സംസ്കാരം അങ്ങനെ ഉണർന്ന് മുന്നോട്ട് പോകട്ടെ. ഹരേ കൃഷ്ണ.